Hey guys, assalamu alaikum. Welcome back to my channel. Welcome to the room. Yes, thank you. Guys, so today is the last day. We are going back to every day. We are going back to അങ്ങനെയല്ല Manali. നമ്മളാദ്യം കൊടൈക്കനാലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും വൈകിട്ടാകുമ്പോഴേക്കും. Yes. ആരാണ് ലൈറ്റ് കളിക്കണ? ഇതിന്റെ ഇവിടെ മാത്രമേ നമ്മള് ഫുള്ള് കറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിന് ശേഷം ഇവിടെ കുറച്ച് ഔട്ട്സൈഡ് ഒക്കെ കുറച്ച് ഇവര് സെർച്ച് ചെയ്ത് നോക്കുക എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് നമ്മള് നേരെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും. So are you guys ready? നമ്മള് So ഇന്നൊരു ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് I'm wearing something which is very comfortable, slippers, sweats pants and t-shirts. മതി സോനു പിന്നെ പൊളിച്ചടക്കി ചെത്തി നടക്കുവാണ് ഗൈസ്. നിങ്ങൾ പറഞ്ഞ പോലെ സെന്റർ എടുത്താൽ എങ്ങനെയാ വേണ്ട സോറി നിങ്ങളുടെ മുമ്പിൽ തന്നെ കടിച്ചോ മുട്ടത്തല പോലെ നോക്കൂ സെന്റർ എടുത്തില്ല. ഇതാണ് അവസ്ഥ. എല്ലാരും പറയൂലേ സെന്റർ ഒക്കെ ഇടൂ. അതന്നെ. അതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. let's go. I'm ready. എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. So this is we guys. This is ഞാൻ തൂക്കിയിട്ട് എന്നെ കൊള്ളാല്ലേ സിമ്പിൾ ആയിട്ട്. Go, let's go. നീ തന്നെയാ Yeah, enough. This is so comfortable. ട്രിപ്പ് ഒക്കെ പോകുമ്പോ കംഫർട്ട് വേണം നോക്കാൻ, സ്റ്റൈൽ അല്ല. എന്റെ ഡ്രസ്സാണ് ഇത് ബേബി അങ്ങ് തായ്ലാൻഡ് ഇത് ടോപ്പ് എവിടെ ഞാൻ മേടിക്കണെന്ന് ചോദിക്കണേ. സോറി ഇത് ഇയാള് എങ്ങോട്ടൊക്കെ പോയി മേടിച്ചു പറഞ്ഞോണ്ടിട്ട് ഒന്നും വിയറ്റ്നാമാണ്. സോ യാ ലെറ്റ്സ് ഗോ. ഷോൾ കിട്ടിയില്ല. ഞാനാണ് മാച്ചേക്ക് കൊടുത്തത്. ഷി വാസ് നോട്ട് റെഡി ടു ടേക്ക് ദാറ്റ് ബേബി. ഷി വാസ് എന്റെ ബാഗ് ബേബി ഈ ഷോൾ ഞാനാണ് എടുത്തു കൊടുത്തത്. ഇത് നല്ലായിരിക്കും. അപ്പൊ ഇത് ചേരൂലെന്ന് പറഞ്ഞ് മാറ്റി വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തു നോക്കതെന്ന്. അതൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ മുടി ഇട്ടിട്ടുണ്ട്. ഇനി വൃത്തിയേടാണെന്ന് പറയുന്നത് വൃത്തിയേടാണ്. ഇപ്പൊ കാണിച്ചു കൊടുത്താണ് ഞാൻ. അല്ലാതെ ഞാൻ ഇടൂല. വോളിയം ഇല്ല. അതുകൊണ്ട് മുട്ടത്തല കാണാൻ പറ്റുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടൂല കേട്ടോ നമുക്ക്. ലെറ്റ്സ് ഗോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെക്കൗട്ട് ചെയ്തു ഓൾറെഡി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. ഇപ്പൊ ഇവിടെ ആയിട്ട് കുറച്ച് തമിഴ്നാട് സ്റ്റൈല് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോണിൽ കാണിച്ചിരുന്നു പൊങ്കൽ അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ലൈവ് കിച്ചൺ ഉണ്ട്. നമ്മൾ ഓർഡർ കൊടുക്കേണ്ടത് അവരവിടെ നിന്ന് സ്പോട്ടിൽ ദോശ അതേപോലെ ഓംലേറ്റ് ഈ സാധനങ്ങളൊക്കെ ലൈവ് അടിച്ച് തരും. ഇപ്പൊ ലൈവ് അടിക്കാം. ഞങ്ങൾക്കുള്ള നെയ്റോസ്റ്റാണ്. സുനു തെറ്റില്ല. പിന്നെ എന്തെടുത്ത് സുനു? ഇവിടെ കല്ല് ദോശ വെജിറ്റബിൾ ഇട്ടപ്പൊക്കെ. പിന്നെ ആ സൈഡില് ഓംലേറ്റ് ഒക്കെ അടിക്കുന്ന ആ ഒരു സെക്ഷനാണ്. യെസ് റെഡി. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അവർ അടിച്ച് റെഡി. പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു പോയി. യെസ് അങ്ങനെ പ്ലേറ്റ് എടുത്തോണ്ടെന്ന ഷോന് നിന്നിരിക്കട്ടെ. ഓൾ സെറ്റ് ചെയ്യും. നമ്മളടുത്തത് സുനുവിനല്ലേ വേണ്ട ചിക്കൻ സോസേജ്. ഇതെടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കും. ചിക്കൻ സോസേജ്. തളിച്ച സേവൈ. ആരാ മനസ്സിലായില്ല? എവിടെയായിരുന്നു? കണ്ടില്ല ഇത്ര നേരം. മഷ്റൂം ഗീ റോസ്റ്റ് തന്നെ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? ഓ കിടാവുക്ക് എന്നിട്ട് തിന്നണം നീ ആയിരിക്കും. ആദ്യം നീ കഴിക്കും. ഓൾറെഡി സോന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് പോയി. ഇല്ല മസാല ദോശ ഇല്ല. പിന്നെ അപ്പുറത്ത് മറ്റേ ഇതുണ്ട് കേട്ടാ, എഗ് ദോശ ഉണ്ട്. എഗ് ദോശ ആവശ്യമില്ല.
ഒരു ഓംലേറ്റ് വേണേ, ഡബിൾ ഓംലേറ്റ് വേണം. എന്നെ കാണാനില്ലാന്ന് പറഞ്ഞില്ലേ, ഞാൻ വാഷ്റൂം കൊണ്ടുപോയിട്ട് എപ്പോഴും ഫ്രഷ് ഒക്കെ ആക്കി അവനെ എണീറ്റുള്ളൂ അല്ലേ. ഡയപ്പർ ചേഞ്ച് ചെയ്യണം, ഫേസ് വാഷ്, ക്രിസ്പി ദോശ, ക്രിസ്പി. എബ്രോ ദോശ അല്ലേ, ദോശ. നല്ല നൈറ്റ് എന്തായോ ഭയങ്കര കരച്ചിൽ. തണുപ്പത്ത് പുറത്തു പോകണം. ഞാൻ പ്ലേറ്റിൽ കാണിച്ചു കൊടുക്കണ്ടോ? ഓക്കെ സെറ്റ്. ഇനി വേണ്ട സാമ്പാറൊക്കെ എടുത്തു അവിടെ പോയിട്ട്. ചട്നി അടിപൊളിയായിരിക്കും. അതായത് ചട്നിയുടെ ഒക്കെ കേന്ദ്രമാണ് തമിഴ്നാട്, മനസ്സിലായത്? ഏതാ? ഒരു പ്ലേറ്റ് എടുത്തുണ്ടെന്നേ, ഓംലേറ്റ് വാങ്ങിക്കണം. സാമ്പാർ ഓക്കെ. ഞാനൊരു ഓംലേറ്റ് പറഞ്ഞു. സോറി ഓംലേറ്റ്. എന്റെ ഓംലേറ്റ് ഒക്കെ ഇടാണ്. ആകെ ഉള്ളത് സിംഗിൾ ഓംലേറ്റ്. അതെന്നെ തോന്നുന്നു. അതെന്റെ ഓംലേറ്റ്. അതെ. അത് എനിക്ക് വേണേ കഞ്ഞി പോലത്തെ സംഭവം. ഫോണിനോട് വെച്ച് എനിക്കറിയില്ല. ഉറപ്പാണ്. അവസാനം ഞാനും ഗീ റോസ്റ്റ് തന്നെ പറഞ്ഞു. ഗീ റോസ്റ്റ് ഇങ്ങനെ മുരുമുരാന്നടിക്കണപ്പോഴത്തേക്ക് കൊതി തന്നെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടാന്ന് സുനു ഗീ റോസ്റ്റ്? നീ ഏതല്ലേ പറഞ്ഞ? നീ പറഞ്ഞല്ലേ മറ്റേത്. ഏത് പൂക്കി? മറ്റേ ഇത് സോസേജ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചിട്ടില്ല അല്ലേ? ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് അവിടുന്ന് പിള്ളേര് പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വൈബിലിരിക്കുന്നു. ഓംലേറ്റ് വേണോ? വേണോ? ഓംലേറ്റ് ഉണ്ട്. നിനക്ക് ഓംലേറ്റ് ഉണ്ട്. എനിക്ക് പണി തന്നെ നോക്കിയേ, പറഞ്ഞിട്ട് പോലും ഇല്ല. ഞാനാണ് ഇങ്ങനെ മന്ദിച്ചിരിക്കണായിരുന്നു പുറത്ത് നോക്കിയിട്ട്. ഇവിടുത്തെ ടേസ്റ്റ് ഓംലെറ്റാ? ഓംലല്ല, അടിപൊളി. ഗീ റോസ്റ്റ് കിട്ടണം. നല്ല ക്രിസ്പി ആയിട്ടില്ല, മൊരിമൊരിയാന്നിരിക്കും. ഇവരുടെ ഒരു 3-4 ടൈപ്പ് ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനില്ല. അടിപൊളിയാണ്. എടുത്തത് ഒരു പീസ് ഓംലെറ്റ് തന്നെ. ഓംലെറ്റ് തന്നെ ഒരു പീസ്. അവർക്ക് ഇഷ്ടമല്ല കേട്ടാ. അവള് മറ്റേ ഓട് മനസ്സിലായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു. നമ്മ കഴിക്കാത്തോണ്ട് അവർക്കത് പ്രശ്നം. ഓംലേറ്റ് ചട്ടികൾ മുക്കണ്ടല്ലോ. ബീഫ് കറിയൊക്കെ മുക്കി കൊടുക്കണം. പക്ഷെ ഇത് മസാല ദോശ അല്ലേ? ഇത് ഗീ റോസ്റ്റാ. പൊളിയാ. സോനു സപ്ലൈ ചെയ്ത പരിപാടി നിന്നിട്ടില്ല. അതാ സോന എല്ലാം കൂടെ നോക്കുവേ. സോന അതിനകത്ത് എന്തെങ്കിലും കഴിച്ചു. സോനുവിന്റെ സപ്ലൈ കഴിഞ്ഞിട്ടില്ല. സോന് സപ്ലൈ ചെയ്തിട്ടേ
ഓക്കെ. സോനുണ്ട് വളരെ സുന്ദരിയായിട്ടുണ്ട്. അതെന്താടി കണ്ണിലെ അവര് കറിവാരി ഇട്ട എന്താണ് അല്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ BB 1988 ക്രീം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താല് അടിപൊളി. ഇതേണ്ട ഇപ്പൊ കറക്റ്റ് യൂസ് ചെയ്യുന്നോണ്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വെയിലുള്ളതിരിക്കണമെങ്കിൽ ഇവരൊക്കെ സ്കൂളിൽ വിടാതിരിക്കും, സ്കൂളില് ട്യൂഷൻ അങ്ങനെ മുമ്പ് എന്തായാലും നമ്മുടെ സ്കിൻ വെയില് ഇങ്ങനെ നിന്ന് സ്കിന്നൊക്കെ ഡാമേജ് ആക്കി കളയാതെ നല്ല അതിന് നമ്മുടെ സൺസ്ക്രീൻ ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാറില്ല ഇവള്. അതാണ് മടിയാണ്. പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഇത് നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങൾക്കും BB 1988 ക്രീം വേണമെന്നുണ്ടെങ്കിൽ മഷു എഡിറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഇട്ട് കൊടുക്കണം ഈ ഒരു പോസ്റ്ററിൽ. അല്ലെങ്കിൽ ആൾക്കാരെ നമ്പർ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്നായി ഇപ്പൊ. പിന്നെ മഷു ഇപ്പൊ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണ്ടെന്നോ അല്ലേ? കൃത്യനിഷ്ഠയുണ്ട്, അതാണ് കറക്റ്റ് യൂസ് ചെയ്യാറ്. സോ ഗൈസ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ദീദിയും എബു പെട്ടെന്ന് ഓടി, ഞാനും സൈഗു സ്റ്റിൽ വാക്കിംഗ് സ്ലോലി. അപ്പോ എബുനെ സൈഗുനൊക്കെ ഒന്നുകൂടെ പാർക്കിൽ കളിപ്പിച്ചിട്ട് നമ്മൾ വിടാന്ന് വിചാരിച്ചു. എത്തി സ്ലൈഡിന്റെ അവിടെ. സോണിന്റെ ഫോൺ. അപ്പോ നല്ല വെതറാണ്, നല്ല കോൾഡ് ആയിട്ട്. മെറിംഗ് ഗ്രീൻ ഐലൈനർ, ഹൗസ് ഇറ്റ്? അപ്പോ കാണിച്ചു പിള്ളേർ. യെസ്, ഗെറ്റ് സെറ്റ് ഗോ. എബോ പെടുത്ത് ഉമ്മയുടെ ബേബി. അയ്യോ, ഞാൻ നിങ്ങളെ കളിയാക്കിയാണ്. ഞാൻ നിങ്ങളെ കളിയാക്കിയ കാറിന്റെ ഉള്ളിലുണ്ട്, ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ടെൻഷനാണ്, പെട്ടെന്ന് പോയി നോക്കിട്ടോ ഉണ്ടായില്ലെന്ന് അറിയില്ലെന്നത്. അപ്പൊ ഞാൻ പോയ ടൈമിൽ ഇവള് വെള്ള മൊബൈലിലേക്ക് സോനുവിന്റെ മൊബൈലെടുത്ത് വിളിച്ച്. ഈ വിളിച്ച ടൈമില് ഞാനപ്പോ കറക്റ്റ് കാർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ സീറ്റിൽ ഇരിക്കണ്ടായിരുന്നു. സീറ്റിലല്ല, ഡോർ സൈഡിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്തിട്ട് ഹലോ ഒരു ഫോൺ പോയിട്ടാന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ ഇവളുടെ മൊബൈലിലേക്കാണ് വിളിച്ചതെന്നുള്ള ചിന്ത മറന്നുപോയി. ഇവള് പെട്ടെന്ന് തന്നെ അയ്യോ പോയാ, അയ്യോ എന്ത് ചെയ്യും എന്ന്. അപ്പൊ ഞാൻ വർത്താനം അയ്യോ പോയാ, അത് അവളുടെ മൊബൈലിൽ നല്ല സംസാരിക്കുന്നത്. അയ്യോ പോയാ നീയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എടി പൊട്ടിയത് നിന്റെ മൊബൈലാണ്. അപ്പോഴാ അയ്യോ എനിക്കറിയായിരുന്നു എന്നൊക്കെ ചുമ്മാ കിടന്ന് ഊരുണ്ട് കിടന്നു. മണ്ടനെന്ന് പറഞ്ഞല്ലേ, ഇങ്ങനത്തെ മണ്ടനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കളിയാക്കിയതാണ്, ആക്ച്വലി ഞാൻ കളിയാക്കിയതാ. ഓ എന്താണിത്? അപ്പോ മൊബൈൽ കിറ്റി. ഇത് സോനുണ്ട്, മൊബൈൽ പോക്കറ്റിലാണ്. എബു സോനു ഈറ്റിംഗ്, സ്റ്റിൽ ഈറ്റിംഗ്. ഇല്ല, അപ്പൊ സമാധാനത്തില് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താണ് സൈഗു, കാല് ഇതാക്ക് സൈഗു, കാല് കുത്തു സൈഗു. അങ്ങനെ വന്ന് വീയല്ലേ. ഫുഡൊന്നും കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ മോനെ? അവനെ എണിച്ചതേ ഉള്ളു, അതുകൊണ്ട് അവന് ഫുഡ് വേണ്ട ഇപ്പൊ. ഇത് കണ്ടപ്പോ കളഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞോ ഗൈസ്? കഴിച്ചിട്ട് ഇതാ ഇളയ മോന് വേണ്ടി നെഞ്ചാളിപ്പോയി.
2. Oh, excited ഉണ്ടാവോ? 2. 3 പറ. Yes. മറ്റേ ഈ തേങ്ങ വെട്ടിയിട്ട് പോലെ ഒരു വീടുണ്ട്. ഓന്നോ ഇത് കുണ്ടി കുത്തിക്ക് ഞാൻ. കാല് കുത്തണ്ടോ, കാല് ചിലപ്പോ ഇതായി പോകും. ഒന്നുണ്ടാ? പിടിക്കാൻ വേണ്ടോ? ഉമ്മി ഉമ്മി എന്താണ് വെറുതെ അല്ല സൈകു ഇങ്ങനെ. വേണ്ട വേണ്ട സൈ എന്റെ കാല് കുത്തി അഴിക്കും. മോന്തടിച്ചേനെ ഇപ്പൊ മോടിച്ചേനെ. കാല് കുത്തോന്ന് പറഞ്ഞിട്ട് കാല് കയ്യാ പോയത്. മോടിക്ക് കൈ പോയി. ഞാൻ പറഞ്ഞില്ല കൈ പിടിക്കുന്നത് സ്ക്രാച്ച്. ഉമ്മിനെ ഹെൽപ്പ് ആക്ക്. ഹെൽപ്പ് ഉമ്മി. ഹെൽപ്പ് ഉമ്മി പിടിക്ക്. പയ്യനെ നോക്കണോ? നോ നോ. ഓക്കെ ലെറ്റ്സ് ഗോ. കം. അതില് പ്രൈസ് ഒന്നുമില്ല പൊട്ടിക്കണേ. അതില് പ്രൈസ് ഉണ്ടാവും. എബു കോസ്റ്റ്യൂം ചേഞ്ച്. ഏതെടുത്താ? സെയിം സെയിം. അത് പൊട്ടിക്കാം. ആ പൊടി ബലൂ. ലോഡൊക്കെ ചെയ്ത് ഇതിലോട്ട് മാറിയൊന്നുമില്ലേ? ഞാൻ പോണു. ആ സോനുണ്ട്. സോനു പണ്ട് അതന്നെ ഫുള്ളുള്ളതുകൊണ്ട് നീ ആയിരിക്കും ബോണി. അടിച്ചോ? ഊവ എന്താണിത്? അപ്പപ്പലോടാക്കി തന്നെ അമ്മ. അപ്പപ്പലോടാക്കി തന്നെ അമ്മ. ഞാൻ പഠിപ്പിക്കണോ എങ്ങനെയെന്ന്? ഓ നോ. പക്ഷെ ഇത് കൂടെ അല്ല നോക്കണ്ട. അല്ല ഇത് കൂടെ അല്ല നോക്കണേ. ഞാൻ നോക്കിട്ട് കാണുന്നില്ലല്ലോ. ഉമ്മ എന്താ കാണിക്കുന്ന കണ്ടിട്ട്. അതെന്താന്നറിയോ? ഞാൻ ആ ഡോട്ട് നോക്കിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡോട്ട് നോക്കുന്നത്. സോനന്റെ ലാസ്റ്റ് കളി. സുനു എങ്ങനെയാ മനസ്സിലായേ? അത് നോക്കിയിട്ട് ആ ഡോട്ടിൽ കൂടി നോക്കണം. ഏത് ഈ വഴി നോക്കണം, ഈ വഴി നോക്കണം. എന്നിട്ട് ഈ ഡോട്ട് ആ ഈ വഴി നോക്കിയിട്ട് ഈ ഡോട്ട് ബലൂണില്. അതല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോട്ട് ബലൂണിൽ വന്ന. നടക്കോ? കണ്ട ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചാനോളെ. ഒറ്റ ഷോട്ട്. ഞാൻ ഗന്ന് പോലും പിടിക്കാൻ അറിഞ്ഞൂടാ. ഓ ഇവിടെ ഒരാൾ ആക്രാന്തം പൂത്തിട്ട് കണ്ടില്ലേ? കഴിഞ്ഞിരുന്നോ? പ്രൊഫഷണൽ ആണ് പ്രൊഫഷണൽ. One, 2, 3, go. വാ സുനു പോളി. സുനാണ് വിന്നർ. 8 അടി അവന് പേടിയാ. നീ അടിച്ചോ? കുഞ്ഞില്ല, അത് വലിയ ആൾക്കാർക്ക. ആ ഓവറാക്കണ്ട ബേബി, കൊള്ളൂല അങ്ങനെ. ബലൂൺ പൊട്ടിക്കളാണല്ലോ ആർബി. യബേ സുനാണ് പൊളിച്ച. കഴിഞ്ഞില്ലേ? ഓ വെയില്. രണ്ടുപേരും നിർത്തിയിട്ട് കാണിക്കാം. നിർത്ത്. രണ്ടുപേരും ഡ്രസ്. ഹാൻസ് ഉമ്മ എടുക്കാം. എന്തത് അങ്ങനെ തന്നെ നോക്കണം. പിടിക്കാൻ മിസ് പൊട്ടിയാ? ഇല്ല, അത് പൊട്ടാൻ ചാൻസ് ഇല്ല. അത് ലെങ്തി പിടിക്കണം. മറ്റായിരിക്കും നല്ല.
വാട്ടർ അല്ലാത്ത. ഓ സുനു കൊടു. നിക്കുന്നു സുനു കഴിഞ്ഞേട്ടാ ബുള്ളറ്റ്. സുനു പൊക്കോ, ഡാഡാ കള്ളക്കളി. സുനു പോ. കുഞ്ഞി വേണ്ടമ്മാ, വിട്ടോ. റോണ് സുനു പോലീസ് ഹൗസ്. അത് മൂന്നെണ്ണം ബേബി പൊട്ടിച്ചേട്ടാ സോനു. സുനു 3 എണ്ണം ഡാഡ പൊട്ടിച്ചു. നിങ്ങൾക്ക് ഒരെണ്ണം. സോനു ഓവറാക്കല്ലേ സോനു. മതി, ഒറ്റ കൈക്ക് പോകുമ്പോ തന്നെ മനസ്സിലായി. ഞാൻ ക്യൂട്ടായിട്ടുണ്ട് വേറെ. എപ്പോഴും നോക്കണേ. ആ മതി, ഒരു പ്രൈസും ഇല്ല. ബലൂണൊക്കെ അങ്ങനെ ഉണ്ട്, ഒന്നും പോലും ഒരു പൊട്ടിച്ചില്ല. ഹായ് ഗൈസ് അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോയി ഗുണ കേവ് പോവാൻ നമ്മൾ വിചാരിച്ചു. പക്ഷെ അവിടെ ഭയങ്കര റഷും തിരക്കും, ഭയങ്കര വണ്ടിയൊക്കെ ഇങ്ങനെ മുട്ടിരിക്കണം. അപ്പൊ വി തോട്ട് നോ ലെറ്റ്സ് ഗോ അങ്ങനെ വിചാരിച്ചു. എല്ലാവർക്കും ഒരു മൈൻഡ് മാറ്റം, അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഫേമസ് അല്ല ആ സ്ഥലം, അതുകൊണ്ട് ഉള്ള കണ്ട ആൾക്കാർ മൊത്തം അവിടെയാണ്. സോ വി ചേഞ്ച് ആ പ്ലാൻ. പിന്നെ അങ്ങ് വിചാരിച്ചു ഇങ്ങനെ റോഡിൽ വൈബ് ചെയ്ത് വന്ന് കഴിച്ചോണ്ടൊക്കെ വരാമെന്ന്. സോ റെസ്റ്റോറൻറ്റ് റൈറ്റ് നാവ്. അപ്പൊ കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി ഫുഡൊന്നും കിട്ടൂല. ഇവിടെ ഒരാൾ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറായിരിക്കണം. പോണ വഴിക്ക് ഉണ്ടാവും മാഗിയൊക്കെ, അതൊക്കെ കിട്ടുള്ളൂ. മെയിൻ കോഴ്സ് കിട്ടൂല. അതുകൊണ്ട് മെയിൻ കോഴ്സ് ഇവിടെ കഴിച്ച് മാഗി പതുക്കെ കഴിക്കാന്ന് വിചാരിച്ചു. അവിടെ എന്തിനാ ഐസ്ക്രീമിന്റെ അവിടെ ആണ് ഇന്ന്. അവിടെ നാളെ ഇറങ്ങൂല. എന്നോട് പറഞ്ഞു അവനിവിടെ വന്ന് ഫുഡേ കഴിക്കണില്ല. വീട്ടിൽ കറക്റ്റ് കഴിക്കണ്ടായിരുന്നു. ഇപ്പൊ 2 ദിവസമായി അവൻ പ്രോപ്പർ ഫുഡ് കഴിക്കണില്ല. നമ്മൾ ഫുഡ് ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, ചിക്കൻ നൂഡിൽസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ വിൽ ഹാവ് ദാറ്റ് ആൻഡ് അങ്ങനെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുനു. എങ്ങനെയാണ് സുനു ഇവിടുത്തെ ബിരിയാണി? ഇവിടുത്തെ ഒരു ടേസ്റ്റാണ്. ഭക്ഷണോടെ ചോദിക്കാം. പറ ഭക്ഷണം അങ്ങനെ എരിവുണ്ടായിരുന്നു. നമ്മ അന്ന് കഴിച്ചാൽ എരിവുണ്ടായിരുന്നില്ലേ? ഇത് പ്ലെയിൻ പോലെ അല്ലെ, എരിവില്ല, ഇങ്ങനെ ഓവർ മസാലയല്ല. എരിവാ, എനിക്ക് എരിവ് ഇഷ്ടമില്ല. അത് ഇന്നലെ കഴിച്ച അത് എരിവുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നിട്ട് എരിവുണ്ടായിരുന്നു. അപ്പൊ മഷൂർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എബുവിന് വേണ്ട, എഗെയിൻ വേണ്ട. നൂഡിൽസ്. ഓക്കെ, അപ്പൊ അതെ നൂഡിൽസ് വന്നിട്ടുണ്ട്. ഞാനും സൈഗുവും നൂഡിൽസാണ്. അപ്പൊ ഞങ്ങളത് കഴിക്കട്ടെ. അപ്പോൾ അവസാനം നൂഡിൽസ് ടേസ്റ്റ് ചെയ്യാൻ പോണേണ്. ഫോർക്കിനായിട്ടൊരു 10-20 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത്. അതാണ് ഇത്ര ലാഗ് ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലാവൂല, എനിക്ക് മനസ്സിലായി. കട്ട് ചെയ്തിട്ടാണ്. അതാണ്. അല്ല, ലാഗ് ഞാൻ എടുത്തില്ല. അതിന് വന്നിട്ട് ഓണാക്കല്ലെന്ന് ഈ നൂഡിൽസ് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നാടൻ ഒരു സ്റ്റൈൽ മസാലയൊക്കെ കൂടുതലായിട്ട് കുഴപ്പമില്ല. ബേസിക് സൂം ചെയ്തതാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി. സൈഗു എങ്ങനെയുണ്ട്? പക്ഷെ ബിരിയാണിയാണ് കഴിക്കണം. അവരപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എബ്രു ആദ്യത്തെ നമ്മൾ ബിരിയാണി കൊടുത്ത് കഴിച്ചില്ല. അപ്പോൾ ഇതെന്ത് റൈസ്? എഗ് റൈസ് വന്ന് ആദ്യത്തെ സ്പൂൺ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. കഴിക്കൂ, കഴിക്കേ. കണ്ടാ, ഇതാണ് അവസ്ഥ. കണ്ടാ. നോ
ഈ കൈയിട്ട് തട്ടല. നോ 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 നോ. ഇവിടെ ആടെ വഴക്ക് പറയണം, മൊബൈൽ ഓഫ് ചെയ്ത് നോക്കോത്. എവിടെ നല്ല ആളാണ് കേൾക്കണം. അവൻ കഴിച്ചോണ്ടിണ്ടായിരുന്നു വീട്ടില്. പുറത്ത് വന്നിപ്പോ 2 ദിവസമായി. അവന് മടി, പുറത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ മടി. വിശക്കുമ്പോ അവന് എന്താ വേണ്ട, സ്നാക്സ്, ഈ കറുമുറു, എന്താണ് മറ്റേത്, ഇത് നുറുക്ക്, കപ്പോർത്തത്, ചോക്ലേറ്റ്, അങ്ങനത്തെ സാധനമൊക്കെ മതി അവനിപ്പ. വേണ്ട, അതൊക്കെ കണ്ടിട്ട് ഇത് പറഞ്ഞോണ്ടില്ല. വലിച്ചെടുക്കും പശു, വലിച്ചെടുക്കും, വെച്ചെടുക്കും. ഏത് പറയുമ്പോ തന്നെ വായിലോട്ട് വെച്ചെടുക്കും. ഏലോട്ട് പറയുമ്പോ തന്നെ വെച്ചെടുക്കും. ആ വായിലോട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പൊ തന്നെ. ഏ പറയൂല, അപ്പൊ തന്നെ വായിലോട്ട് വെച്ചുകൊടുത്താൽ മതി. ബി സി. ഗൈസ് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ട് വന്ന വഴി ഒരു ഹോട്ട് ചോക്ലേറ്റിന്റെ ഒരു ഷോപ്പ് കണ്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കൊടൈക്കനാൽ വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചില്ലെങ്കിൽ വാട്ട്സ് ദ ഡീൽ? എപ്പോഴും മേടിച്ച ചപ്പാത്തി വന്നിട്ട് ഒരു വക ഒരു സാധനവും കഴിക്കണില്ല ഗൈസ്. അപ്പൊ ബേബിക്ക് അറിയാം അവന്റെ വീക്ക്നെസ് എന്താന്ന്, ചപ്പാത്തി. അപ്പൊ ഒരു ഷോപ്പ് വേറെ കടയിൽ കയറി, ഹോട്ടലിൽ കയറി അവനക്ക് വേണ്ടി ചപ്പാത്തി പാർസലാക്കി കൊണ്ടുവന്ന്. അപ്പൊ നമ്മളിങ്ങനെ വന്ന് വണ്ടിയിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ബേബിനെ സ്ട്രെസ് ആക്കാൻ കടയുടെ ഉള്ളിൽ കയറി. ഞാൻ വിളിക്കാം, ഞാൻ എടുക്കാം. ബാ 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 മോനെ, ബാ ഇതാ, ബാ ബാ ഉമ്മയുടെ. പൊറിഞ്ഞ കത്ത് കത്ത് കാറ്റട്ടാ. ആ സ്റ്റോണിന്റെ അവിടെ ഫോട്ടോ എടുക്കാനാണ് ആഗ്രഹം. കാണാൻ പറ്റുമല്ലോ കൊച്ചിനെ, ലൈറ്റിന്റെ അവിടെ. പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ള കേട്ടാ, പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ള. ഗൈസ് അങ്ങനെ നമ്മൾ വന്നില്ലേ, എന്റെ ഉപ്പാടെ ഇളകിട്ടാ. ഈ ബേബിയില് ഇട്ടിളക്കണായിരുന്നു. കൊള്ളാവോ നോക്കട്ടെ. ചക്കട മേടിച്ചു നമ്മൾ. എവിടെ എത്തി നമ്മൾ? കിളി പോയി ബേബി എന്റെ. വാവ്, അത് കാണിച്ചു കൊടുത്തേ. അടിപൊളിയായിരുന്നു. തന്നെ കുറിച്ച് കുഴപ്പമില്ല. ഓപ്പൺ ആക്കിക്കോ, ഓപ്പൺ ആക്കിക്കോ, ഓപ്പൺ ആക്കി. കുഴപ്പമില്ല, ഓപ്പൺ ആക്കിക്കോ, ഓപ്പൺ ആക്കിക്കോ. കുഴപ്പമില്ല അല്ലേ, ചക്കടയില് ചക്ക കുറവല്ലേ? കുഴപ്പമില്ല, ഓപ്പൺ ആക്കിക്കോ, ഓപ്പൺ ആക്കിക്കോ. ചക്ക അവിടെ ഇവിടെ ഇട്ടാണ്. കണ്ട അവിടെ കണ്ടില്ല, കണ്ടില്ല, വയലോട്ട് പോയിപ്പോ. ശരിക്കിപ്പോ ഉപ്പാടായി ഏട്ടാ. ബിക്കോസ് നല്ല വളവും തിരിവായിരുന്നു. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട് അഡ്ജസ്റ്റ് എന്റെ മാഗി കഥ കഥയായിരുന്നു. സുനു ഇന്നലെ നൈറ്റ് തുടങ്ങിയതാ മാഗ്. ഇതുവരെ കിട്ടിയില്ല. ഇപ്പൊ വീടെത്താൻ കുറച്ചുള്ളൂ 2 മണിക്കൂർ. അപ്പോൾ കട കിട്ടി. അപ്പൊ എനിക്ക് കഴിക്കാനുള്ള മൂടില്ല. പിന്നെ ഇവര് ഭയങ്കര നിർബന്ധിച്ചെന്നെ മാഗി കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എടുത്തോന്നു. നിർബന്ധിച്ചു. മോള് പറഞ്ഞു കേൾക്കാതിരിക്കാൻ പറ്റും.
ഓക്കെ ആണ്. പൊടിയാവണ്ടല്ലോ. ചാടൊന്നുമില്ല, സോനനെ പോലെ കുറച്ച് ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ പൊടിയിലൊക്കെ പിടിച്ച് കളിക്കണം. ഡാഡറെ വായിന്നപ്പോ ഫ്രഷായി. പഴമടി ചൂടാണോ നോക്കട്ടെ. ബേബി ഓരോ ഐറ്റം നമുക്ക് കൊണ്ടുവന്നുണ്ട് കേട്ടോ. മെലിഞ്ഞതാ. അങ്ങനെ വേണം എനിക്ക് കറി ഇഷ്ടമല്ല. സുനു ബൈറ്റ്. എല്ലാം തട്ടുന്നു തോന്നുന്നു പോണ വഴിക്ക് നമ്മള്. അല്ല നമ്മ തീർക്കണ്ടല്ലോ. എണ്ണമയൊക്കെ കഴിച്ച് ഛർദിക്കോ? വേണ്ട. ഒരു സ്ലിം ബ്യൂട്ടി. ഇങ്ങനെ സ്ലിം ആയിട്ടുള്ളത് ഒരെണ്ണം എടുത്താൽ മതി. കാലറി ഡെഫിസിറ്റ് ഇതേ നോക്കിയ ജിമ്മനിരുന്ന് കഴിക്കണ പഴപ്പൊരി. എല്ലാം പോയി. ഡയറ്റ് കുയട്ട് ബഷീര ജിം ട്രെയിനർ ഇത് കാണേണ്ടതാണ്. ആളെ വരുമ്പോ തന്നെ പറഞ്ഞായിരുന്നു, എന്നെ പറയരുത് ഇങ്ങനെ കാലറി ഡെഫിസിറ്റിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ട്രിപ്പ് പോയിട്ട് എന്നെ പറയാൻ നിൽക്കരുത്. ഇനി ബാക്കി തിരിച്ചെടുക്കല് അവന്റെ കയ്യിലാവും. ഒരാഴ്ച മതി തിരിച്ചെടുക്കാം. ഞാനൊന്ന് തുടങ്ങിയേ ഉള്ളു ഗൈസ്. അപ്പൊ തന്നെ കണ്ടില്ലേ, ഇതാണ് ഞാൻ തുടങ്ങാത്തത്. ഇതാണ് ഞാൻ തുടങ്ങാത്തത്. ഞാനൊന്ന് തുടങ്ങി 2 ആഴ്ച ഭയങ്കര മധുരമേ തൊടണില്ല. അൺഹെൽത്തി ആയിട്ട് ഒന്നും കഴിക്കാറില്ല. ആകെ മറ്റേ അറബിക് ഡെസേർട്ടാ ആ സംഭവം കഴിച്ച്. അല്ലാതെ ആ 2-3 ആഴ്ചയിൽ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. മധുരട്ട് ചായ പോലും, ചായ കുടിക്കണേ മധുരം ഉണ്ട്. അപ്പൊ ചായയും കുടിക്കൂലായിരുന്നു. അങ്ങനെ പോയിരുന്നു ഞാനാണ്. 2 ദിവസം അടിപൊളിയായിരുന്നു ഈ ട്രിപ്പിൽ. സ്ലിം ബ്യൂട്ടി കളർന്നു പോയി പാവം. മാഗി പറഞ്ഞോ? മാഗി പറഞ്ഞോ? സുനു വേണ്ടല്ലോ. അതെ ഒരു കടി വേണ്ടെന്ന് പറഞ്ഞു. പേടിയാവണം കൊറേ കഴിയാൻ. ഞാൻ ഒരെണ്ണം ഫുള്ള് കഴിച്ചാൽ പക്ഷെ എനിക്ക് പേടിയാവണം പോകുമ്പോ തട്ടുന്നു. ഓക്കെ, നല്ല വന്ന വഴി നല്ല വൈബായിരുന്നു. സ്ഥലമൊക്കെ നല്ല ഉണ്ടായിരുന്നു. കാഴ്ചയൊക്കെ കണ്ടോണ്ടാ വന്നത്. പക്ഷെ ബേബി ഭയങ്കര സ്പീഡായിരുന്നു നേരത്തെ എത്താൻ വേണ്ടിട്ട്. അതുകൊണ്ട് കുറച്ച് നാളെ ക്ലാസ്സിൽ പോകണമല്ലോ. നാളെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവധി ഇല്ല. അവധി ഇന്നാണ് മോഹനത്തിന്റെ അവധി. ഞായറാഴ്ചന്റെ അവധി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് 14th എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രിപ്പ് അല്ലേ, റിഫ്രഷ്മെന്റ്. ഇന്ന് 6-ാം തീയതി. ഇന്ന് 6-ാം തീയതി. ഓ അങ്ങനെ ഞാനത്തെ നിനക്ക് 6-ാം തീയതി അപ്പൊ ഇങ്ങനെ എത്തിച്ചു. നാളെ 6-ാം തീയതി എന്താ അബു? ഹായ് എബ്രാൻ. ഹായ് പറഞ്ഞു. ഹായ് ഹായ്. ഹലോ. വാവ്, ഈ തെങ്ങിന്റെ മൂടൊക്കെ ഹലോ എബു. അവിടെ നേച്ചർ ആസ്വദിക്കുന്ന ഒരു ഇതുണ്ട്, ചെറിയൊരു എന്തുണ്ട് വാട്ടർഫോൾ പോയിട്ടാണ്. സോ ഗൈസ് വി റീച്ച്ഡ് അവർ ഹോം യെസ്റ്റർഡേ നൈറ്റ്. അൽഹംദുലില്ലാ. അപ്പോൾ അടിപൊളിയായിരുന്നു ട്രിപ്പൊക്കെ. ഇന്നത്തെ ഡേ മൊത്തം ഐ വാസ് സോ ബിസി. ഇപ്പം എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് വേറെ കുറേ അധികം പണിയുണ്ട്, വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണെയാണ് ഇൻഷാ അല്ലാ. ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു. ട്രിപ്പ് പോയത് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ട്രിപ്പ് പോയി വരുമ്പോൾ എടുത്ത കുറച്ച് ഡിസിഷൻസ് ഇറ്റ് ഈസ് അമേസിങ്. അതൊക്കെ എന്താണ് പ്ലാനിങ്സ് എന്നൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ. ഐ ആം പ്ലാനിങ് സംതിങ് ബിഗ് ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ. വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ.